സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും മധ്യത്തിൽ നിൽക്കുന്ന സമയത്തും നിസ്കരിക്കാൻ പാടില്ല എന്നല്ലേ? എന്നാൽ ഈ സമയങ്ങൾ എങ്ങനെ വ്യക്തമായി മനസ്സിലാക്കും? കാരണം കിഴക്ക് ഭാഗത്ത് വലിയൊരു മലയുള്ള പ്രദേശമാണെങ്കിൽ സൂര്യൻ ഉദിച്ച് കാണാൻ സമയമെടുക്കാറില്ലേ? ഇതാണ് ചോദ്യം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. നിസ്കാരം അത് നിർവഹിക്കൽ ഹറാമാകപ്പെട്ട സമയം, അതല്ലെങ്കിൽ കറാഹത്താക്കപ്പെട്ട സമയം എന്നുള്ള നിലക്ക് പ്രധാനമായും പറയാറുള്ള 3 സമയങ്ങളിൽ ഒന്നാണ് ഈ ചോദ്യകർത്താവ് ചോദിച്ച സമയങ്ങൾ. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അതുപോലെ തന്നെ സൂര്യൻ മധ്യത്തിലുള്ള സമയം, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇത് സമയം കണക്കാക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. കാരണം സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ കലണ്ടറുകളിൽ ഉദയം എന്ന് പറഞ്ഞ് പ്രത്യേക സമയം നൽകാറുണ്ട്. ആ സമയം മുതൽക്ക് ഒരു 16 മിനിറ്റ് വരെ, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ 20 മിനിറ്റ് വരെ കഴിഞ്ഞാൽ, അതായത് ഉദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇഷ്റാഖ് നിസ്കാരം നിസ്കരിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നതുകൊണ്ട് കണക്കാക്കുന്നത് ഉദയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് സമയം വരെയാണ്. അതുപോലെ തന്നെ ളുഹ്ർ നിസ്കാരത്തിൻ്റെ സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ മധ്യത്തിൽ നിന്നും തെറ്റുന്ന സമയം മുതലാണ്. അതുവരെ നമ്മുടെ നിഴൽ അത് ഉണ്ടാകുക പടിഞ്ഞാറ് ഭാഗത്തേക്കാണെങ്കിൽ, കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് കാരണത്താൽ നമ്മുടെ നിഴലുണ്ടാകുക പടിഞ്ഞാറ് ഭാഗത്താണ്. മധ്യത്തിൽ നിന്ന് തെറ്റുന്നതോടുകൂടി പിന്നീട് നിഴൽ കിഴക്കോട്ട് തിരിയും. കിഴക്കോട്ട് തിരിയുന്ന സമയം മുതൽക്കാണ് ളുഹ്ർ നിസ്കാരം നിർവഹിക്കാറുള്ളത്. അപ്പോൾ ആ ളുഹ്ർ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 16 മിനിറ്റ് മുമ്പ് ഉള്ള സമയമാണ് സൂര്യൻ മധ്യത്തിൽ എത്തുന്ന സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നീട് സൂര്യൻ അസ്തമിക്കുന്ന സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതുപോലെ തന്നെ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 10-16 മിനിറ്റ് മുമ്പ് മുതലുള്ള സമയങ്ങളാണ്. അപ്പോൾ കാരണങ്ങളുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ആ സമയത്ത് നിർവഹിക്കുവാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ആ സമയത്ത് നിർവഹിക്കുന്നതാണ് നിഷിദ്ധമാണ് എന്ന് പറയുന്നത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ ഫർളോ, അതല്ലെങ്കിൽ ഫർള് നിസ്കാരം തന്നെ ആ സമയത്താണ് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ കഴിയുന്നത് എങ്കിൽ ആ സമയത്ത് ഫർള് നിസ്കരിക്കുന്നതിന് വിലക്കൊന്നുമില്ല എന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ കാരണങ്ങളുള്ള സുന്നത്ത് നിസ്കാരങ്ങളെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും, ഇപ്പോൾ വുദൂ ചെയ്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ തഹിയ്യത്ത് നിസ്കരിക്കാം. ഈ രൂപത്തിലുള്ള നിസ്കാരങ്ങൾക്കാണ് കാരണങ്ങളുള്ള നിസ്കാരങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ജനാസ നിസ്കാരം അസർ നിസ്കാരത്തിന് ശേഷം നിർവഹിക്കേണ്ടി വരികയാണെങ്കിൽ, അസർ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നീട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ മറ്റു സുന്നത്തുകളൊന്നുമില്ല എന്നാണ്. അപ്പോൾ അസർ നിസ്കാരത്തിന് ശേഷം ഒരു ജനാസ നിസ്കാരം നിർവഹിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ അത് കാരണമുള്ള നിസ്കാരമാണ്. അത്തരത്തിലുള്ള നിസ്കാരങ്ങൾ ഈ സമയത്ത് നിർവഹിക്കുന്നതിന് വിലക്കുമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നമ്മുടെ ബാങ്കിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് ആ സമയത്തിനൊരു 10 മിനിറ്റ് മുമ്പ്, 16 മിനിറ്റ് മുമ്പ് എന്നൊക്കെയുള്ള രൂപത്തിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നിലക്കാണ് അതിനെ നമ്മൾ കണക്ക് കൂട്ടേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.